കാസർഗോഡ് കൂഡ്ലുവിൽ നിന്ന് കാണാതായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂഡ്ലു ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെ വിനായകാണ് മരിച്ചത്. ഞായറാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. കൂഡ്ലു ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിനു സമീപത്തെ പരേതനായ മാധവയുടെ മകൻ 26-കാരനായ വിനായകിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂലിപ്പണിക്കാരനായ വിനായക് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പണിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും പലയിടത്തും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ഇവർ കാസർഗോഡ് ടൗൺ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇന്ന് രാവിലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂഡ്ലു വിവേകാനന്ദ നഗർ DSC ക്ലബിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കവുങ്ങിൻ തോട്ടത്തിലെ കുളത്തിനരികിൽ വിനായകിന്റെ ചെരുപ്പും മൊബൈൽ ഫോണും കണ്ടെത്തി. തുടർന്ന് കുളത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുഗുവിന്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അബദ്ധത്തിൽ കുളത്തിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ലക്ഷ്മിയാണ് മരിച്ച വിനായകിന്റെ മാതാവ്. രാജേഷ്, വിജേത്, പരേതയായ ജ്യോതി എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് 14 ലൈവ് കാസർഗോഡ്. 40 വർഷമായി നിങ്ങളുടെ ജീവിതത്തിന്റെ പുതുതാളം. ബിന്ദു ജ്വല്ലറി. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ലൈഫ് ടൈം.